കേരള NGO യൂണിയൻ്റെ 62ാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. നമ്മുടെ നാട് ഒരു പ്രത്യേക ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ സമ്മേളനം ചേരുന്നത്. ജനങ്ങളാകെ ആഗ്രഹിക്കുന്ന നാടിൻ്റെ വികസനം, അതിൽ നല്ലൊരു മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ ഘട്ടമാണിത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 9 വർഷക്കാലം നമ്മുടെ നാട് പ്രതീക്ഷക്കനുസരിച്ച് നാട് പ്രതീക്ഷിക്കും വിധം നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയത്. ഇതിൽ 2016 കേരളത്തിൽ വലിയ തോതിലുള്ള തകർച്ച എല്ലാ മേഖലക്കും സംഭവിച്ചിരുന്നു. അതോടൊപ്പം സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സമീപിക്കുന്ന ജനങ്ങൾക്കും വലിയ നിരാശ അനുഭവിക്കേണ്ടി വന്നിരുന്നു. മൊത്തത്തിൽ നാടും ജനങ്ങളും കടുത്ത നിരാശയിലായിരുന്നു. അത് നല്ല തോതിൽ മാറ്റിമറിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ 9 വർഷത്തിൻ്റെ പ്രത്യേകത. അത് സാധിച്ചത് സർക്കാരിൻ്റെ ഭാഗമായുള്ള ജീവനക്കാരുടെ ആത്മാർത്ഥമായ ഇടപെടലിലൂടെയാണ്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിൽ ജീവനക്കാരിലൂടെയാണ് നിർവഹിക്കപ്പെടുന്നത്. മന്ത്രിസഭ നയപരമായ തീരുമാനങ്ങളെടുത്താൽ അവ പ്രാവർത്തികമാക്കേണ്ടത് ജീവനക്കാരാണ്. ജീവനക്കാരെക്കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞാൽ സർക്കാരിൻ്റെ നയങ്ങൾ നടപ്പിലാക്കാൻ നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് എന്നതാണ് കാണാൻ കഴിയുക. അതിൽ നിർണായകമായ പങ്ക് വഹിച്ചവരാണ്, തങ്ങളെന്ന് അഭിമാനിക്കാൻ കഴിയുന്നവരാണ് NGO യൂണിയൻ്റെ ഭാഗമായിട്ടുള്ളവർ. ആത്മാർത്ഥതയും അർപ്പണബോധവും നാടിനോടുള്ള പ്രതിബദ്ധതയും ജനങ്ങളോടുള്ള കൂറും എല്ലാം ചേർന്നുകൊണ്ടുള്ളതാണ് NGO യൂണിയൻ്റെ ഒരു സംഘടന എന്ന നിലക്കുള്ള പ്രവർത്തനത്തെ
വേറിട്ട് നിർത്തുന്നത്. അപ്പോൾ സാധാരണ നിലയിലുള്ള കാര്യങ്ങളിൽ നിന്ന് വേറിട്ടൊരു സമീപനം NGO യൂണിയൻ്റെ ഭാഗമായി നിൽക്കുന്നവർ പ്രകടിപ്പിക്കുന്നത് കാണാറുണ്ട്. അതിനിടയാക്കുന്നത് സംഘടന എന്ന നിലക്കുള്ള ഇടപെടലാണ്. ശരിയായ ദിശാബോധത്തോടെ നേരത്തെ മുതൽ സംഘടനയെ നയിക്കാൻ NGO യൂണിയൻ്റെ സംഘടനാ നേതൃത്വം എല്ലാ കാലത്തും തയ്യാറായിട്ടുണ്ട്. നമ്മുടെ സിവിൽ സർവീസിനെ അഴിമതി വല്ലാതെ ബാധിച്ച ഘട്ടത്തിൽ അഴിമതി മുക്ത സിവിൽ സർവീസ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പൊതുവായ ബോധവൽക്കരണം NGO യൂണിയൻ അംഗങ്ങളിൽ മാത്രമല്ല ജീവനക്കാരിലാകെ ഉണ്ടാക്കുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച NGO യൂണിയൻ്റെ പ്രവർത്തനത്തെ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. ഇതുപോലുള്ള അനേകം ഇടപെടലുകളിലൂടെ നമ്മുടെ നാടിൻ്റെ താല്പര്യം എല്ലാ ഘട്ടത്തിലും ഉയർത്തിപ്പിടിക്കാൻ NGO യൂണിയൻ്റെ ഭാഗമായുള്ളവർക്ക് കഴിഞ്ഞിരുന്നു. മാത്രമല്ല, സർവീസിൻ്റെ ഭാഗമായി ചെയ്യുന്ന ജോലിയുടെ ഭാഗമായി നിർവഹിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നാട് നേരിടുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ ശരിയായ പങ്കുവഹിക്കാനും എല്ലാ കാലത്തും NGO യൂണിയന് കഴിഞ്ഞിട്ടുണ്ട്. ഈ 9 വർഷം മാത്രമല്ല, എല്ലാ കാലത്തും